2016 UDF അധികാരമൊഴിയുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നവരുടെ എണ്ണം 34,43,414 അന്ന് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു. 600 രൂപയായിരുന്നു അന്നത്തെ പെൻഷൻ. കഴിഞ്ഞ UDF സർക്കാർ ആകെ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് 9,011 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ LDF സർക്കാർ 35,154 കോടി രൂപ വിതരണം ചെയ്തു. ഈ സർക്കാർ ഇതുവരെ 35,400 കോടി രൂപ വിതരണം ചെയ്തു. നിലവില് 63,67,000 പേർക്ക് 1,600 രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുകയാണ്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിഹിതമെടുത്താൽ ഏതാണ്ട് 98% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. നാമമാത്രമായ കേന്ദ്ര വിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും 2% മാത്രം. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന പെൻഷനുകളിൽ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ, ഈ 3 പെൻഷനുകൾക്കാണ് കേന്ദ്ര വിഹിതമുള്ളത്. അത് 6,80,000 പേർക്കാണ്. കേന്ദ്ര വിഹിതം 300 രൂപ വീതം മാത്രമാണ്. ഈ കേന്ദ്ര വിഹിതവും കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് വേറൊരു ഭാഗമാണ്. സർ, 2023 ജൂലൈ മുതൽ അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കേന്ദ്ര വിഹിതവും സംസ്ഥാന സർക്കാരാണ് നൽകിയത്. അതിനായി ചെലവഴിച്ച 429 കോടി രൂപ ഇപ്പോഴും തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ആ ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്.